നമ്മൾ ചെയ്തു, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തില്ല. ഇന്നോ നമ്മൾ ഖേദിക്കുകയാണ്. ഓരോ മതപ്രഭാഷണ വേദിയിലേക്ക് ഈ വിനീതര് കടന്നു ചെല്ലുമ്പോഴും അവർ പറയുന്നത് ഒരേ ഒരു കാര്യമാ, ഉസ്താദേ നിങ്ങൾ ദുആ ഇറക്കണോ, ക്യാൻസറാണ്, മഞ്ഞപ്പിത്തമാണ്, ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞിട്ട് മാരകമായ രോഗങ്ങള് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ മാത്രം അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സുട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, അത് മാത്രം നമുക്ക് മതിയായാൽ പോരാ. ജീവിതത്തിൽ ഉടനീളം 5 വഖ്ത് നിസ്കരിക്കാൻ എൻ്റെ ഉമ്മ നമുക്ക് കഴിയാതെ പോവുകയാണ്. എന്തേ? മഗ്‌രിബിന്റെ ഇശ, മഗ്‌രിബിന്റെ സമയത്ത് നമ്മൾ സീരിയലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് സീരിയലുകൾ നമ്മൾ കാണുകയാണ്. സിനിമാ നാരന്മാരെ നമ്മൾ റോൾ മോഡലാക്കുകയാണ്, സിനിമാ നടിമാരെ നമ്മൾ റോൾ മോഡലാക്കുകയാണ്. ഇവിടെ ജീവിതം നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, സിട്ടാവിനെ കുറിച്ച് ഓർക്കാൻ, രാജാതിരാജനായ തമ്പുരാനെ കുറിച്ച് ഓർക്കാൻ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കുന്നില്ല. 24 മണിക്കൂറുകൾ നമുക്ക് ഒരു സമയം ഒരു ദിവസത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 25 മിനിറ്റ് 5 വഖത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ എൻ്റെ ഉപ്പ നമുക്ക് കഴിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഫോൺ വിളിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ കൈമാറാൻ, ഫേസ്ബുക്ക് പോലെ, ട്വിറ്റർ പോലെ, അതുപോലെ തന്നെ ഒരുപാട് ഇന്റർനെറ്റിന്റെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു ചെല്ലുന്ന എൻ്റെ യുവത്വമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ നമ്മൾ എന്തേ ചിന്തിക്കാൻ നമ്മുടെ ഭാഗമാകാത്തത്? ജീവിതത്തിൽ നമുക്ക് സമയമില്ല, എന്തു പറഞ്ഞാലും നമുക്ക് സമയമില്ല, എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് സമയമില്ല. സമയമില്ലാത്ത ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ ചിന്തിക്കേണ്ട ഒരു വസ്തുത, പണ്ട് പ്രവാസ ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന നമ്മുടെ പ്രവാസികളുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരു കത്ത് ഇങ്ങോട്ട് അയക്കോ, ആ കത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് ഭാര്യ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ കത്തിനൊരു മറുപടി തിരിച്ച് വിദേശങ്ങളിലേക്ക്, UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, അതുപോലെ തന്നെ അബുദാബി ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഇങ്ങനെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എൻ്റെ ഉപ്പ, നമ്മള് പണ്ട് കമ്പി മുതലേ തപാല് മുതലേ നമ്മൾ കത്തുകൾ ഇങ്ങോട്ട് അയച്ചിരുന്നു. അന്ന് കാണാൻ കഴിയില്ല, ഒന്ന് സംസാരിക്കാൻ കഴിയില്ല, പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ശബ്ദമാധുര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാനൊന്ന് പങ്കുവെക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയാതെ പോയി. പക്ഷെ ആധുനിക നൂറ്റാണ്ട് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒന്ന് ഇന്റർനെറ്റ് എടുത്തിട്ട് IMOയോ സ്കൈപ്പോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് ബട്ടൺ അമർത്തിയാൽ വിദേശത്തിന്റെ അങ്ങേ മൂലയുള്ള അബുദാബി ആകട്ടെ, സ്കോട്ട്ലാൻഡ് ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, സ്വിറ്റ്സർലാൻഡ് ആകട്ടെ, ഏത് വിദേശ രാജ്യത്ത് നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുകയാണ്. ഇവിടെ സ്മാർട്ട് ഫോണുകൾ അധികരിച്ചു കൊണ്ടുവരികയാണ്. കുഞ്ഞു കുട്ടികൾ ജനിച്ച മുതലേ അവർക്ക് സ്മാർട്ട് ഫോണാണ്. പണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മൾ കരഞ്ഞിരുന്ന കാലഘട്ടമല്ലേ? നമ്മുടെ ഉമ്മ 9, 8, 7 മാസക്കാലം നമ്മെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നില്ലേ? നൊന്ത് പ്രസവിച്ചിട്ട് ലേബർ റൂമിന്റെ അകത്ത് നിന്ന് നമ്മൾ കടന്നു വന്നിട്ട് 1 വയസ്സോ അല്ലെങ്കിൽ 1.5 വയസ്സോ ആകുമ്പോൾ തൊട്ടിലിന്റെ അകത്തണങ്ങളിൽ നിന്ന് കരയുമ്പോ ഉമ്മ വന്നിട്ട് വാപ്പ വന്നിട്ട് കയ്യിലേക്ക് തരുന്നത് കിലുക്കമാണ്, കയ്യിലേക്ക് തരുന്നത് ഓരോ സാധനങ്ങളാണ്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു, നമ്മൾ അറിയാതെ കരച്ചിൽ നിർത്തുന്നു. പക്ഷെ ഇന്നതല്ല, ഇന്നൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കുന്നത് സ്മാർട്ട് ഫോൺ. 3 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്നത് സ്മാർട്ട് ഫോൺ, 4 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്നത് സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിലൂടെ ഗെയിം കളിച്ചിട്ട് നടക്കുന്ന കുട്ടിക്ക് എന്ത് പഠനം, കുട്ടിക്ക് എന്ത് പഠിക്കാനാണ്, കുട്ടി എന്തിനാണ്
പോറ്റി വളർത്തിയ നമ്മുടെ മക്കള് നമ്മുടെ സന്താനങ്ങള് വഴിപിഴച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ തമ്പുരാൻ നമ്മുടെ സന്താനങ്ങള് അല്ലാഹു സ്വാലിഹായ മക്കളാക്കട്ടെ. ആദ്യം തന്നെ നിങ്ങൾ ഒരു ഉഷാറാകാണ്ട് പിന്നെ ഇങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ വേഗം നിർത്തുവേ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഒരു സപ്പോർട്ട് വേണം, വേണ്ടേ? കൊല്ലക്കാർ ശബ്ദമില്ലാത്ത ആളാകാൻ പാടില്ല. നാളെ ഞാൻ വയനാട്ടിൽ ചെന്നിട്ട് ഇനി കൊല്ലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊല്ലക്കാര് മോശാന്ന് പറയിപ്പിക്കരുത്, മോശാന്ന് പറയിപ്പിക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത്ര ആളുകൾ കൂടിയിട്ട് ഇത്ര ശബ്ദമുള്ളൂ, ഇത്ര ആളുകൾ കൂടിയിട്ട് ഇത്ര ശബ്ദമുള്ളൂ. നമ്മൾ സമരം ഉണ്ടാക്കാനും സമരപന്തലിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനും നമുക്ക് വളരെയധികം ശബ്ദമുണ്ട്. അല്ലാഹുവിന്റെ മജ്ലിസ്, അല്ലാഹുവിന്റെ മാലാഖമാര് ഇറങ്ങുന്ന ഈ ആത്മീയമായ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആരുടെ ദുആ ആണ് അല്ലാഹു സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുമ്പോൾ ഉറക്കെ ആമീൻ പറയില്ലേ, പറയില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞു മക്കൾക്ക് സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കൊടുക്കുമ്പോ ഇവിടെ ഒരുപാട് അധപ്പതനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കുടുംബം തകരുന്നത് സ്മാർട്ട് ഫോണാണ്, ഓരോ ബന്ധങ്ങളും തകരുന്നത് സ്മാർട്ട് ഫോണാണ്. അയൽവാസിയോട് കൂടെ ബന്ധമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉപ്പ, എന്റെ ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് അസ്മാ ബീവി കടന്നു വരികയാണ്. നബിയോട് പറയുകയാണ്, നബിയേ, ഇന്നലെ എന്റെ ഉമ്മ എന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ആ ഉമ്മയോട് സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് പറയണോ, ഞാൻ ആ ഉമ്മയോട് ഒന്ന് സംസാരിക്കണോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അസ്മാ ബീവി ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അസ്മാ, നീ എന്ത് ചെയ്യണമെന്നറിയണോ? നിന്റെ ഉമ്മ കടന്നു വന്ന സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊടുക്കണ അസ്മാ. അവിടെ ഒരു ഭീകരവാദം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ മാതാവിനോടുള്ള സ്നേഹബന്ധമില്ലേ, അത് തകരാൻ പാടില്ല. അസ്മാ, അസ്മാ, നിന്റെ മാതാവ് അന്യമതക്കാരിയാകട്ടെ, ആരുമായി കൊള്ളട്ടെ, നിന്റെ മാതാവിനോട് സ്നേഹത്തിന്റെ വാക്കുകൾ പറയണ അസ്മാ എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരെ സാദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തരുമ്പോ ഇവിടെ ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് കഴിക്കുന്നവന് എന്നിൽ പെട്ടവനെ അല്ല. അഥവാ എന്റെ ഉപ്പ, എന്റെ സുഹൃത്തെ, നീ നിന്റെ വീട്ടിലൊരു കറി പാചകം ചെയ്താൽ ആ കറിയില് കുറഞ്ഞതാണെങ്കിൽ അതിൽ നീ വെള്ളം ചേർത്തിട്ടെങ്കിലോ നിന്റെ അയൽവാസിക്ക് കൊടുക്കണേ എന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ തിരുദൂതരെ, സഹനത്തിന്റെ തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളൊന്നും ഓർക്കെന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ പാഠം പഠിക്കാത്തത്, എന്താ നമ്മൾ ഓർത്തു പോകാത്തത്? നൂറ്റാണ്ടുകൾ എങ്ങനെയോ കഴിഞ്ഞു പോയിരിക്കുന്നു, ഓരോ സമയങ്ങളും കഴിഞ്ഞു പോയിരിക്കുകയാണ്, ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിട്ടേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞില്ലേ, ഒരുപാട് ഒരുപാട് ബാലന്മാരുണ്ട്, കൗമാരപ്രായമെത്തിയവരുണ്ട്, യുവാക്കളുണ്ട്, വൃദ്ധന്മാരുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവര്. ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തില് നമ്മൾ കുഞ്ഞുനാളിലുണ്ടായിരുന്ന ആ രംഗമല്ല ഇന്ന്. കൗമാരക്കാലം എങ്ങനെയായിരുന്നു ജീവിച്ചത്? വിദ്യാലയങ്ങളിലെ അകത്തളങ്ങളിലൂടെ കടന്നു ചെന്നിട്ട് കൂട്ടുകാരോടൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആലോചിച്ച് നോക്ക്, പാടവരമ്പത്തുകൂടെ കളിച്ചുപോയ ഒരു കാലമുണ്ടായിരുന്നു. ഓല മട്ടലിൽ നിന്ന് ഓല പറിച്ചിട്ട് പീപ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ പാരി കളിച്ച ഒരു കാലമുണ്ടായിരുന്നു. പാടവരമ്പത്തുകൂടെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. കുട്ടിയും കോലും കളിച്ച ഒരു കാലമുണ്ടായിരുന്നു.
കാലമല്ലായിരുന്നു. ആ കാലമല്ല, വിട പറഞ്ഞു പോയ കാലമല്ല. നമ്മളോട് ടാറ്റ പറഞ്ഞു പോകുമ്പോ ജീവിതത്തിൽ എത്ര സുഹൃതങ്ങൾ ഉണ്ട് എന്ന് ഓർക്കാൻ പോലും നമുക്ക് കഴിയാതെ പോവുകയാണ്. ഇവിടെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, അത് അപ്പാടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുകയാണ്, ജീവിതത്തിൽ നിന്ന് നമ്മൾ പോക്കിക്കളയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്ക്, എത്രയാ നമ്മൾ ജീവിച്ചത്. കഴിഞ്ഞ കാലങ്ങളില് തിന്മ നമ്മൾ ചെയ്തിരുന്നു. നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. ആത്മീയമായ മജ്‌ലിസിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സമയമില്ല. അതുപോലെ തന്നെ സ്വലാത്തിന്റെ മജ്‌ലിസുകള്, ദിക്റിന്റെ മജ്‌ലിസുകള്, ഇതിലേക്കൊന്നും കടന്നു ചെല്ലാൻ നമുക്ക് ഒരു മനസ്സോ, നമുക്ക് കടന്നു ചെല്ലാൻ പോലും നമുക്ക് കഴിയാതെ വന്നു. ആലോചിച്ചു നോക്കൂ, നന്മ നമ്മൾ എവിടെയാണ് ചെയ്തു പോയത്. 5 വഖത്ത് യഥാക്രമ ജീവിതത്തിൽ നിസ്കരിച്ചവരാരുണ്ട്. അതുമാത്രമല്ല, സുബ്ഹിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്ന എത്ര ഉപ്പമാരാ ഇവിടെയുള്ളത്. ആലോചിച്ചു നോക്ക്, നമ്മളെല്ലാം ഒരു പാഴ്വാക്കായി ജീവിതത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ മുന്നോട്ട് പോകും. ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങൾ കടന്നു വരുന്നതോടുകൂടി റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, അത് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും, അതില്ലാതെയാകും. കാരണം ഇന്ന് കിടക്കുമ്പോഴൊക്കെ കിടക്കാൻ നേരമായാലും ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കുമ്പോഴും നമുക്ക് വാട്സപ്പ്, പിന്നെ ഫേസ്ബുക്കാണ്, പിന്നെ നമുക്ക് ട്വിറ്ററും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും, അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടാ പാതിരക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ്, ചാറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ഉറങ്ങുമ്പോൾ വരെ നമ്മൾ സ്മാർട്ട് ഫോൺ കെട്ടിപ്പിടിച്ചിട്ടാ കടന്നിറങ്ങാറ്. ആലോചിച്ച് നോക്ക്, രാവിലെ എഴുന്നേൽക്കുമ്പോ ഫോൺ എവിടെയാണെന്നറിയില്ല. ഇത് കാരണം ഇന്ന് ഒരുപാട് നമുക്കറിയാം, ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഡാറ്റയൊന്നും ഇന്ന് കിട്ടാത്ത ഒരു കുറവുമില്ല. ജിയോയും അതുപോലെ തന്നെ ജിയോ പോലത്തെ ഒരുപാട് ടെലികോമുകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോ ഇവിടെ ഒരുപാട് 3Gകളും ഒരുപാട് 4Gകളും ഒരുപാട് ഡാറ്റ നമ്മുടെ കയ്യിലേക്ക് കൈവരിച്ചു. നമ്മൾ അതെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. ടെലികോം കടന്നു വന്നതോടുകൂടെ മറ്റു ടെലികോമുകളും ഓരോ ഓഫറുകളായി മുന്നോട്ട് കടന്നു വരുമ്പോ കടന്നുറങ്ങുമ്പോ അവരെ വാട്സപ്പിലാണ്, കടന്നുറങ്ങുമ്പോ അവരെ ഫേസ്ബുക്കിലാണ്, പിന്നെയും അവര് ഓൺലൈനിലാണ്. ആലോചിച്ചു നോക്കന്റെ പെങ്ങളെ, എവിടെയാ സമയമുള്ളത്? പണിയെടുക്കുമ്പോഴും വെറുതെ ഒരു മിനിറ്റ് കിട്ടിയാൽ പള്ളിയിലേക്ക് കടന്നു ചെല്ലാനല്ല ഇന്നത്തെ പ്രിയപ്പെട്ടവർ ആലോചിക്കുന്നത്, ഇന്നത്തെ സുഹൃത്തുക്കൾ ആലോചിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ, വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു സമയോ ഉച്ചക്ക് ജോലി കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രീ ആയിരിക്കെ പിന്നെയും വാട്സപ്പിലേക്ക് എന്റെ പെങ്ങള് കടന്നു ചെല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാ. എവിടെയാ നേരമുണ്ടാകുക? 24 മണിക്കൂർ നമ്മുടെ ഇന്റർനെറ്റിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇന്റർനെറ്റിലേക്ക് 12 വയസ്സുകാരനായ 13 വയസ്സുകാരനായ എട്ടും പൊട്ടും തിരിയാത്തവര് ഇന്റർനെറ്റ് പോലും പഠിച്ചു പോയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്റർനെറ്റിലേക്ക് കടന്നു ചെന്നിട്ട് ഗൂഗിളിൽ ഓരോന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ മക്കൾ അതപ്പതിച്ചു പോവുകയാണ്. നാളെ നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഒന്ന് ദുആ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് സമയം ഉണ്ടാവില്ല. ഒന്നും സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒന്ന് ഇതിനേക്കാൾ വലിയ ആധുനിക സജ്ജീകരണങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഉണ്ടാക്കിയ കറി നാളേക്ക് നമുക്ക് തന്നു. നമ്മൾ പണ്ട് കുറച്ച് ഇന്ന് 1/2 കിലോ കോഴിയും 1/2 കിലോ ബീഫൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വീട്ടിൽ അന്നത്തേക്ക് മാത്രം നമ്മൾ കറി വെക്കും. ഇന്ന് അതല്ല, 1.5 കിലോനും 2 കിലോനും വാങ്ങിയാ പിറ്റൊന്നും വെക്കും. കാരണം ഇന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ, ഫ്രിഡ്ജ് പോലത്തെ ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതോടുകൂടി, കടന്നു വരികയും അത് വന്നതോടുകൂടി റബ്ബിനെ
തലമുറയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ആലോചിച്ച് നോക്ക്, നമ്മുടെ പൂർവികരായ ആളുകള്, നമ്മുടെ മഹത്തുക്കളായ ആളുകള്, പാപ്പമാര്, വല്യുമ്മമാര്, ഉമ്മാമ്മമാര് ജീവിച്ച കാലഘട്ടം എന്തായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ? അവർക്കൊരുപാട് ആയുസ്സുണ്ടായിരുന്നു, അവർക്കൊരുപാട് കാലങ്ങൾ ഉണ്ടായിരുന്നു, അവരൊരുപാട് ദിവസങ്ങളോളം മണിക്കൂറുകളോളം ജീവിച്ചിരുന്നു. പക്ഷേ ഇന്നോ 10 വയസ്സുള്ള കുഞ്ഞിനോ ക്യാൻസർ പിടിപെടുന്ന കാലമാണ്. 2 വയസ്സുള്ള കുഞ്ഞിനോ ക്യാൻസർ പിടിപെട്ടിട്ട് 2 വയസ്സുള്ള 3 വയസ്സുള്ള 4 വയസ്സുള്ള പിഞ്ചുമക്കള് എത്രത്തോളമാ നമ്മുടെ നാട്ടില്, അന്യനാട്ടില് എത്രയോ ആളുകൾ മരണപ്പെടുകയാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. നമ്മൾ പറയാറുണ്ട്, പൂർവികരായ ആളുകൾ ജീവിച്ചത് കിഴങ്ങുകൾ കഴിച്ചിട്ടാണ്, ഓരോന്നും കഴിച്ചിട്ടാണ്, ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ യഥാക്രമം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് കൂടെയാണ് അവർക്ക് ആയുസ് തീരെ ഒരുപാട് ഉണ്ടായതെന്ന്. അതല്ല പെങ്ങളെ, പൂർവികര്, നമ്മുടെ മഹത്തുക്കളായ ആളുകള് ജീവിച്ചത് അങ്ങനെയായിരുന്നു. അവരുടെ ആത്മാവ് അത് അല്ലാഹുവിലേക്ക് മടങ്ങിയതായിരുന്നു. 5 വഖത്ത് നിസ്കരിക്കാതെ ഒരു പണിക്കും അവര് പോകാറില്ല. 5 വഖത്ത് നിസ്കാരം ജീവിതത്തിൽ ഉണ്ടാകുമേ. പിന്നെ ആത്മീയത, തഖ്വ, ഇഖ്ലാസ് എല്ലാം തന്റെ മനസ്സിലെല്ലാം കൂട്ടിവെച്ചവരാ. റബ്ബിന് വേണ്ടിയിട്ട് ദിക്റുകൾ ചൊല്ലിയവരാണ്, റബ്ബിന് വേണ്ടിയിട്ട് സ്വലാത്തുകൾ ചൊല്ലിയവരാണ്. ഇങ്ങനെ ജീവിതത്തെ റബ്ബിലേക്ക് മടങ്ങിയിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് ജീവിച്ചവരാ. എവിടെയാണ് എൻ്റെ ഉപ്പ? അവര് 100, 200, 300 വർഷങ്ങളോളം ജീവിച്ചിട്ട് ദുനിയാവിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 900 വർഷത്തോളം കാലം ജീവിച്ചിരുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ആത്മാവിന്റെ മാലാഖ കടന്നു വരികയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല നബിയേ, അങ്ങ് 900 വർഷത്തോളം കാലമായല്ലോ അങ്ങ് ജീവിക്കുന്നു, അങ്ങയുടെ ദുനിയാവിലെ എങ്ങനെയായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? ദുനിയാവ് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചപ്പോഴാ ആത്മാവിന്റെ മാലാഖയോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്താ അല്ലയോ, ഞാനെന്റെ ജീവിതം അങ്ങനെയാണ് ദുനിയാവിലൂടെ കഴിച്ചു കൂട്ടിയത്. ഒരു വീട്, ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു വാതിലിലൂടെ കടന്നു ചെന്നു, മറ്റൊരു വാതിലിലൂടെ പിന്നെ പുറത്ത് കടന്നു പോയതുപോലെയാണ് ദുനിയാവിനെ എനിക്ക് തോന്നിയത്. ദുനിയാവ് ഇത്രത്തോളമുള്ളൂ, ദുനിയാവ് ഇങ്ങനെയേ ഉള്ളൂ. ഇങ്ങനെ ദുനിയാവിനെ പറ്റിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു. ഒരുപാട് കവികൾ നമ്മളോട് ഉദ്ഘോഷിച്ചിട്ടുണ്ട്, ഒരുപാട് കവികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജിന്ദഗി ഇൻസാൻ की है मानंद ओशवा शाग पर देटा कोई चमचहाया उठ गया. ഒരു വനത്തിന്റെ, അതായത് ഒരു മരത്തിന്റെ ചിന്നയിലേക്ക് പാറി പറന്നു വരുന്ന പറവ, പക്ഷിയാകട്ടെ എന്തുമായി കൊള്ളട്ടെ, അത് പാറി പറന്നു വന്നിട്ട് ആ ചില്ലയിൽ നിന്ന് തിരിച്ചിട്ട് പാട്ടുപാടി തിരിച്ചു പോകുന്നത് പോലെയാണ് ദുനിയാവിലെ അവസ്ഥ എന്ന് പൂർവികരായ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോ എവിടെയാണ് പെങ്ങളെ എന്ന് അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ, സിട്ടാവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ നമ്മളൊന്ന് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിന് സമയമില്ല. അല്ലാഹുവിന്റെ റസൂല് 100 ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതെന്താ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ശരാശരി കാലയളവ് അത് 60-ന്റെയോ 70-ന്റെയും ഇടയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് 100 ആണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു പോവുകയാണ്. ആലോചിച്ചു നോക്കുക, രോഗങ്ങൾ വന്നാൽ റബ്ബിനെ വിളിക്കാത്തവരുണ്ടോ? ക്യാൻസർ വന്നാൽ റബ്ബിനെ വിളിക്കാത്തവരുണ്ടോ? ട്യൂമർ വന്നാൽ റബ്ബിനെ വിളിക്കാത്തവരുണ്ടോ? ഇങ്ങനെ രോഗങ്ങൾ വരുമ്പോ മാത്രം സുജൂദ് ചെയ്യല്ല ഉപ്പ. എന്റെ ഉമ്മ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യല്ലേ എൻ്റെ ഉമ്മ.
ടാറ്റ പറയാ, പരിവട്ടങ്ങൾക്ക് ടാറ്റ പറയാ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ലാഹു ഉണ്ടല്ലോ പരമേൽപ്പിക്കേണ്ടത്. അത് സിട്ടാവിന് വേണ്ടിയിട്ടല്ലേ, അത് അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ എന്തിനാണ് കല്യാണങ്ങൾ നമ്മൾ ആഡംബരത്തോടുകൂടെ നമ്മൾ കഴിക്കുന്നത്? വീട്ടുകൂടലുകള് ഒരുപാട് ഒരുപാട് ഭവനങ്ങൾ കോടികൾ വെച്ചിട്ട് നമ്മൾ നിർമ്മിക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കാതെ, സിട്ടാവിനെ കുറിച്ച് നമ്മൾ ഓർക്കാതെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാ. ആഡംബരങ്ങൾ ഒരുപാട് ജീവിതത്തിലുണ്ട്. 2 കാറുകൾ നമുക്ക് വേണം, അതുപോലെ തന്നെ 2 നില 3 നില വീട് നമുക്ക് വേണം. ഒരു മത്സര ബുദ്ധിയോട് കൂടെ അയൽവാസി 2 നില കെട്ടിയാൽ മറ്റവൻ 3 നില കെട്ടുന്നവരെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ദുനിയാവിലെ ഓരോ സുഹൃതങ്ങളോ മത്സരപൂർവം കാണുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവ് നിസാരമാണ്, ഒരു ഈച്ചയെ പോലെ മാത്രമാണ് റബ്ബിന്റെ അടുക്കൽ ദുനിയാവ്. ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും നമുക്ക് പരലോകത്ത് ഗുണമുണ്ടോ? ബർസഖിയായ ജീവിതത്തിൽ നമുക്ക് ഗുണമുണ്ടോ? അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുമ്പോ നമുക്ക് ഗുണമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്. ഖബറിലേക്ക് കടന്നു ചെന്ന ആരാണ് കൂട്ടുണ്ടാവുക? ആരാരുമില്ലാത്ത ഖബറിലും നന്മയെ ഉണ്ടാവുകയുള്ളൂ. നാളെ റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒന്നുമില്ലാത്തവരായി കൈമലർത്തേണ്ട ഒരു അവസ്ഥ എന്റെ പങ്കക്ക് വരാൻ പാടില്ല. കരുനാഗപ്പള്ളിയിൽ ഈ പ്രദേശത്ത് ജീവിക്കുന്ന, ഈ പ്രദേശത്തെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, എൻ്റെ യുവാവേ, എൻ്റെ ഉപ്പ, നാളെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പരലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. താഴ്ചയില്ലാത്ത, ഉയർച്ചയില്ലാത്ത, പച്ചപ്പരവതാനികളില്ലാത്ത ആ ഹൈശറായിയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുമ്പോ റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൈമലർത്തേണ്ട ഒരു അവസ്ഥ വരല്ല മുഅ്മിനേ, നമുക്ക് വരാൻ പാടില്ല. നാളെ നമുക്ക് കാണിച്ചു കൊടുക്കണോ? റബ്ബേ, നിന്റെ ആത്മീയമായ മജ്‌ലിസ് ഇവിടെ നടന്നതാണ്. ഇവിടെ അൽ ഫലാഹ് യുവജന ഫെഡറേഷൻ നടത്തിയ മതപ്രഭാഷണ പരിപാടിയിലേക്ക് ഞാൻ കടന്നു വന്നതാണ്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോയിട്ടില്ല. ഇവിടെ ഈ ആത്മീയ മജ്‌ലിസില് ഞാൻ അവസാനം വരെ നിലകൊണ്ടു. അത് നിന്റെ പ്രീതി കാംക്ഷിച്ചിട്ടാണ്, നിന്റെ കരുണ കാംക്ഷിച്ചിട്ടാണ്. നിന്നോടുള്ള ഒരു അടുപ്പോ, നിന്നോടുള്ള ഒരു ശുക്ർ നിനക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിരുന്നത്. നാളെ നമുക്ക് പറയാൻ സാധിക്കണോ? ഇവിടെ നാട്ടിലൊരു പെണ്ണിന്റെ വിവാഹം നടന്നപ്പോൾ അല്ലാഹുവേ, ഞാൻ ഇതിലേക്ക് സഹായിച്ചിരുന്നു, ഞാൻ ഇതിലേക്ക് സഹകരിച്ചിരുന്നു. ഇതാണ് എൻ്റെ നന്മ. നാളെ അല്ലാഹുവിനോട് പറയാൻ സാധിക്കണോ? നന്മയില്ലാത്തവരായ, ഒന്നുമില്ലാത്തവരായ എങ്ങനെയാ റബ്ബിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുക? ആധുനിക നൂറ്റാണ്ടില് ഞാൻ പറഞ്ഞുവല്ലോ, ഫോണെല്ലാം അധികരിച്ചു വരുമ്പോ കുടുംബങ്ങൾ തകരുകയാ, ബന്ധങ്ങളെല്ലാം തകർന്നു പോവുകയാ. റസിയ എന്ന് പറയുന്ന മലപ്പുറത്തുകാരിയായ ഒരു വനിത, ആ റസിയ എന്ന് പറയുന്ന വനിതക്ക് ഒരു കുഞ്ഞുമോനുണ്ട്. തന്റെ ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നതാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണമെങ്കിൽ പണം വേണം, നാണയം വേണം, പൈസ വേണം. ആ പൈസ ഉണ്ടാക്കാൻ, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്ന ആ റസിയ എന്ന് പറയുന്ന പെണ്ണിന്റെ ഭർത്താവ് അവിടുന്ന് വിളിക്കാറുണ്ട്. ഒരിക്കൽ ഈ പെണ്ണ് പറയുന്നു, അല്ലൈക്ക, നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് നിന്ന് ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അയച്ചു തരണൈക്ക എന്ന് ഭാര്യ പറയുകയാണ്. ദേശത്ത് ജോലി ചെയ്യുന്ന ഈ ഭർത്താവ്
ആരോ നാട്ടിലേക്ക് പോകുമ്പോ ഈ സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കൊടുത്തു. ഈ സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കൊടുത്തതോടുകൂടി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മെഴുകുതിരി പോലെ ഈറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കിട്ടിയതാണ്. പറഞ്ഞു, എന്റെ കോളല്ലാതെ മറ്റൊരു കോള് നീ അറ്റൻഡ് ചെയ്യരുത്. അറിയാത്ത കോളുകൾ വന്നാൽ അറ്റൻഡ് ചെയ്യരുത്. എന്റെ കോളുകൾക്ക് മാത്രം നീ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സ്വന്തം ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്. തന്റെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട് നിർമ്മിക്കേണ്ടതുണ്ട്. മോന് വളർന്നു വരികയാണ്. ഈ വീട് നിർമ്മിക്കുന്നതിനിടയിൽ വീട്ടിലെ ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശാരിമാര് വീട്ടിലേക്ക് കടന്നു വന്നു. അവരിങ്ങനെ ഓരോ വാതിലുകൾ കട്ടിലും അതുപോലെ തന്നെ ഓരോ കട്ടിലുകളും വാതിൽ കട്ടിലുകളും അതുപോലെ തന്നെ ജനൽപ്പാളികളും ഓരോന്നുണ്ടാക്കുകയാണ്. ഉണ്ടാക്കുമ്പോ ഇവളിങ്ങനെ കടന്നു ചെന്നു. രാവിലെയൊക്കെ ഇങ്ങനെ ചായ കൊണ്ടു കൊടുക്കാറുണ്ട്. സത്യമാണല്ലോ, നമ്മുടെ ഒരു വീട്ടിൽ ഒരാൾ പണിയെടുക്കുമ്പോൾ നമ്മൾ ഓരോന്ന് കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇങ്ങനെ ഈ പെണ്ണ് ഈ ആശാരിയുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. ഈ ആശാരിക്ക് ആദ്യമായി ചായ കൊടുത്തു, പിന്നെ ഉച്ചക്കുള്ള ചോറ് കൊടുത്തു, പിന്നെ വൈകുന്നേരമുള്ള ചായയും കൊടുത്തു. ഇങ്ങനെ 2-3 ദിവസം ഈ പെണ്ണിങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ട്. 3-ാമത്തെ ദിവസമായപ്പോ ഈ ആശാരി പെണ്ണിനോടൊന്ന് സൈറ്റ് അടിച്ചു. ഈ ആശാരി പെണ്ണിനോട് ഒന്ന് സൈറ്റ് അടിച്ച്, സുബ്ഹാനല്ലാഹ്, അന്നത്തെ പണ്ടത്തെ പോലെയല്ല. പണ്ടെല്ലാം ഉണ്ടല്ലോ, ആരെങ്കിലും മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു മടി അല്ലെങ്കിൽ ഒരു ബഹുമാനം, അതില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഈ പെണ്ണ് ആശാരിയുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് പിന്നെ ഓരോ പറച്ചിലായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്തു. പിന്നെ വിളിയായി. പിന്നെ പ്രണയകാവ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയായി. പിന്നെ പ്രണയം, പിന്നെ പ്രേമം എല്ലാം കഴിഞ്ഞ് ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആലോചിച്ചു നോക്ക്, ഇങ്ങനെ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഒരിക്കല് വിദേശത്ത് നിന്നതിന്റെ ഭർത്താവ് വിളിച്ചു, ഈ പെണ്ണ് ബിസിയാണ്. പിന്നെയും വിളിച്ചു, പിന്നെയും ബിസിയാണ്. ഇങ്ങനെ നോക്കുകയാണ്. അറിയാതെ ഈ പെണ്ണ് പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലറിയാതെ ഫോൺ വെച്ചിട്ടാണ് പട്ടണത്തിലേക്ക് പോയത്. സാധനം വാങ്ങിക്കാൻ പോയത്, അറിയാതെ പോയതാണ്, മറന്നു വെച്ച് പോയതാണ്. അപ്പോഴാണ് ഈ പ്രണയ കാവ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്ന തന്റെ പ്രാണനായ ഈ ആശാരി ഫോൺ ചെയ്യുന്നത്. അവിടെ എല്ലാം താളം തെറ്റി. ഈ ആശാരി ഇങ്ങോട്ട് വിളിച്ചപ്പോ ആദ്യം എടുത്തത് അമ്മായിമേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അമ്മായിമ്മ ഫോൺ എടുത്തു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ചു. അങ്ങോട്ടൊന്നും മിണ്ടിയില്ല. ഇങ്ങോട്ടേക്ക് നമുക്കറിയാം, ഒരാളോടുള്ളൊരു സ്നേഹപ്രകടനം നമ്മൾ കാഴ്ച വെക്കുന്നത് ഓരോ രീതിയിലാണ്. സ്വത്തെ കരളെ മുത്തേ എന്നൊക്കെ വിളിച്ചിട്ട് ആശാരി ഇങ്ങോട്ട് വിളിച്ചപ്പോ അമ്മായിമ്മയായിരുന്നു ഫോൺ എടുത്തത്. നഊദു ബില്ലാഹ്, ഇത്രയും കാലം സ്നേഹിച്ച ഭർത്താവ് വിദേശ രാജ്യത്താണ്. എപ്പോഴും വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. നമ്പർ ബിസിയാണ്. എന്റെ പെങ്ങളെ, എന്റെ യുവാക്കളെ, ഇങ്ങനെ ഓരോ കുടുംബങ്ങള് ഈ പെണ്ണ് പട്ടണങ്ങളിൽ നിന്ന് കടന്നു വരികയാണ്. പെണ്ണിനോട് ചോദിച്ചോ, പെണ്ണിനോട് കാര്യങ്ങളെല്ലാം തിരക്കി. പെണ്ണതാ കടന്നു ചെന്നിട്ട് തന്റെ ഞരമ്പുവിടുന്ന് മുറിച്ചു മാറ്റുകയാണ്. അങ്ങനെ ആത്മഹത്യയിലേക്ക് കടന്നു ചെല്ലുന്ന പെണ്ണിനെ ആരെല്ലാം കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിദേശ രാജ്യത്ത് നിന്ന് കടന്നു വരുന്ന ഭർത്താവ് ഇത് കേട്ട പാടെ ത്വലാഖ് ചൊല്ലുകയാണ്. ഈ പെണ്ണിനെ ഒഴിവാക്കി, ഈ പെണ്ണിനെ ഒഴിവാക്കി. ഇങ്ങനെ ഒരുപാട് കുടുംബ ബന്ധങ്ങള് തകർന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രവാസ ലോകങ്ങള് കല്യാണം കഴിക്കാൻ പോവുകയാണ്. മുട്ടായി കൊടുക്കുന്ന ഒരു ചടങ്ങല്ല ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു പെണ്ണിനെ കാണാൻ പോയിട്ട് നമ്മള് പിന്നീട് മുട്ടായി കൊടുക്കുക. ചടങ്ങ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇല്ല. നിശ്ചയം അങ്ങനെയൊന്നുമില്ല. ഉണ്ട്, നിശ്ചയത്തിന് പോയാൽ മതി. എന്നാല് അങ്ങനെ കടന്നു ചെന്നാലും നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്. പെണ്ണൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു മുട്ടായി കൊടുക്കലൊക്കെ. ചെറുക്കൻ പോകില്ല, ചെറുക്കൻ്റെ വീട്ടുകാർ പോകും. ഒരു ചടങ്ങ് നമ്മളവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത്.
എന്തായാലും നമ്മൾ നിശ്ചയത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ ആദ്യം എടുത്തിട്ട് താൻ കെട്ടാൻ പോകുന്ന തന്റെ പെണ്ണിന് ആദ്യം നമ്മൾ സമ്മാനമായി കൊടുക്കുക സ്മാർട്ട് ഫോണാണ്. ആദ്യം നമ്മൾ കൊടുക്കുക സ്മാർട്ട് ഫോണാണ്. പണ്ടെല്ലാം ഉണ്ടായിരുന്ന ഒരു വള, അല്ലെങ്കിൽ ഒരു മോതിരം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാല നമ്മൾ സമ്മാനമായിട്ട് നടക്കണം. ഇന്ന് സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കൊടുക്കുന്നു. പിന്നെ അവർക്ക് കല്യാണം കഴിച്ചിട്ട് ഒന്നും പറയാണ്ടാവും. അതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ തകർച്ച. നനച്ചോക്ക്, പിന്നെ അവർക്കൊന്നും പറയാനുണ്ടാകൂല, പിന്നെ അവർക്ക് പറയാനേ ഉണ്ടാവൂല. കാരണം ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റെന്നോ വരുന്നു പോകുന്നു, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഇങ്ങനെയാണ് ജീവിതത്തിൽ, ഇങ്ങനെയാണ് ഓരോ കുടുംബങ്ങളും ഇങ്ങനെ തകർന്നു പോകുന്നത്. ആലോചിച്ച് നോക്കേണ്ടത്. ഇവിടെ നാം പറഞ്ഞു വരുന്നത് ഇങ്ങനെ ബന്ധങ്ങൾ നശിപ്പിക്കുകയാണ്. ബന്ധങ്ങൾ ഇങ്ങനെ ആധുനിക സജ്ജീകരണങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചു പോവുകയാണ്. എൻ്റെ ഉമ്മ ആലോചിച്ചു നോക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിനക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാം. എന്തിനാണ് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു യുവാവ്, നമ്മുടെ മക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോൺ കൊടുക്കും. ഇന്നലെ ഇവിടുത്തെ നടപ്പ് മനുഷ്യ നോക്ക്. പണ്ടെല്ലാം സൈക്കിളുകളായിരുന്നു മക്കൾക്ക് വേണ്ടത്. ഇന്ന് സ്മാർട്ട് ഫോൺ, ടച്ച് ഇല്ലാത്ത ഫോൺ തന്റെ മക്കൾക്ക് പാടില്ല എന്ന് മാതാപിതാക്കൾ വരുത്തി വെക്കുകയാണ് ജീവിതത്തിൽ. കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് ഈ യുവാക്കള്, ചെറിയ 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ, 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ അശ്ലീലമായ ചിത്രങ്ങളും അശ്ലീലമായ ഫോട്ടോകളും കണ്ടുകൊണ്ടിരിക്കുമ്പോ 14കാരനായ ചെറുപ്പക്കാരനായ 14കാരനായ കുഞ്ഞുമോനല്ലേ കാസർഗോട്ടില് 14കാരനായ കുഞ്ഞുമോൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എപ്പോഴും കഞ്ചാവ് കഴിച്ചിട്ടാണ്, കഞ്ചാവ് വലിച്ചിട്ടാണ് കടന്നു വരാറ്. നഗരിയിലാണ് കടന്നു വരാറ്. ഇത് 16കാരന്റെ കഥയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഇത് 18കാരന്റെ കഥയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഇത് 20കാരന്റെ കഥയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? എട്ടും പൊട്ടും തിരിയാൻ സമയമായില്ല. പ്രായപൂർത്തിയാകാത്ത 13കാരന്റെ 14കാരന്റെ തന്റെ മദ്യം കഴിച്ചിട്ട്, അതായത് കഞ്ചാവ് വലിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന 14കാരന് ഉമ്മാനെ വ്യഭിചരിച്ചെങ്കില് നാളെ നമ്മുടെ മക്കളുടെ ചിന്ത അതുമായേക്കാം. ഒന്നാകുവേ കാത്തിരക്ഷിക്കണേ റബ്ബേ, ഒന്നാകുവേ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഇങ്ങനെ അധപതനത്തിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുകയാണ്. ആലോചിച്ച് നോക്കണ്ട പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കണ്ട ഉമ്മ. ഇങ്ങനെ മക്കൾ ഇങ്ങനെ ഓരോ തലങ്ങളിലേക്ക് വഴിതെറ്റി പോകുമ്പോ വൃദ്ധസദനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോയാക്കുന്നു. ആർക്കാ സ്നേഹമുള്ളത്? ഏത് മോനാണ്, മോളാകട്ടെ മകളാകട്ടെ മകനാകട്ടെ, ആർക്കാണ് ഇന്ന് സ്നേഹമുള്ളത്? ഉമ്മയോടൊന്ന് കുസൃതിയുടെ വാക്കുകൾ പറഞ്ഞിട്ടെത്ര കാലമായി. സ്മാർട്ട് ഫോൺ വന്നതോടുകൂടെ സ്നേഹമില്ലാതെയായി. തന്റെ മക്കളിൽ സ്നേഹമില്ല, ഭാര്യമാരിൽ സ്നേഹമില്ല, ഭർത്താക്കന്മാരിൽ സ്നേഹമില്ല. സ്മാർട്ട് ഫോൺ വന്നതോടുകൂടെ ജോലി കഴിഞ്ഞ പിന്നെ വാട്സപ്പില്ല. വീട്ടിലേക്കൊന്ന് കടന്നു വന്നിട്ട് കുഞ്ഞു പെങ്ങളോടൊന്ന് സ്നേഹത്തിന്റെ വാക്കുകൾ പറയാൻ നമുക്ക് കഴിയാതെ വന്നുപോയെ. ഉമ്മ എന്നൊന്ന് വിളിക്കാൻ നമുക്ക് കഴിയാതെ വന്നുപോയെ. നമ്മുടെ അയൽവാസികള്, നമ്മുടെ സഹോദരങ്ങള്, അവരാരെന്ന് പോലും തിരിച്ചറിയാൻ പാടില്ല, തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോയി. അയൽവാസിക്ക് ക്യാൻസർ ആയാൽ, അയൽവാസിക്ക് ബ്രെയിൻ ട്യൂമർ ആയാൽ, അയൽവാസിക്ക് മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ, പെങ്ങളെ എന്റെ സുഹൃത്തേ, നമ്മൾ അറിയുന്നതോ അത് വാട്സപ്പ് വഴിയാ, അത് ഫേസ്ബുക്ക് വഴിയാ. തൊട്ടടുത്തുള്ള അയൽവാസി അപകടത്തിൽപ്പെട്ടാൽ പോലും നമ്മൾ വാട്സപ്പിലാണ് അറിയുന്നത്, ഫേസ്ബുക്കിലാണ് അറിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ലാതെ മൗനാവ്രതനായിട്ട് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പെങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയല്ല. ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോ രാവിലെ ഒന്ന് എഴുന്നേറ്റ അസ്സലാമു അലൈക്കും
നമ്മളൊന്ന് സലാം പറയലാണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോന്ന് സെൻഡ് ചെയ്യലല്ല. നന്മക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാം, തിന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, റഹ്മാനായ റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. തിന്മക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല, നന്മക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ബന്ധുക്കള്, അതുപോലെ തന്നെ സഹോദരന്മാര് സഹോദരിമാരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ നമ്മൾ നല്ല നല്ല സന്ദേശങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത് ചെല്ലണം, കിടന്നുറങ്ങുമ്പോൾ ഇന്നത് ചെല്ലണം, ഇങ്ങനെ ഓരോന്നും അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നന്മയുടെ വഴിയിലൂടെ നമുക്കിങ്ങനെ ഈ സോഷ്യൽ മീഡിയയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെല്ലാം നമുക്ക് വളരെയധികം ഉപകാരമാണ്. റബ്ബുൽ ഇസ്സത്ത് റഹ്മാനായ റബ്ബ് നമ്മുടെ മക്കളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലൂടെ ഒന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ജീവിതം നമ്മൾ വെറുതെ മുന്നോട്ട് കൊണ്ടുപോകും. എന്ത് കാര്യമാണ് ഇത്? നമ്മൾ ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സന്ദേശങ്ങൾ. എന്ത് കാര്യമാണ് ഇതിന്റെ ഒരു കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകില്ല. നാളെ ഇതിന്റെ സവാബ് നാളെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. രുചി നോക്ക്, ഇത് നമ്മൾ ഓരോ ജീവിതത്തിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിസ്കാരമില്ലാതെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ്? ദിക്റില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ്? സ്വലാത്തില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ്? തന്റെ അടുക്കലൂടെ പോകുന്ന സുന്ദരിയായ പെണ്ണിനെ കണ്ടാൽ ഇവന് ആഗ്രഹം പ്രകടിപ്പിക്കലാണ്, ഇവനൊന്ന് സൈറ്റടിക്കലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പെണ്ണ് മുന്നിലൂടെ പോയാൽ ആ പെണ്ണിനെ പോലും വിടാൻ പറ്റാത്ത കാര്യമാ തന്നെയാണ്. പീഡിക കൊലായിൽ എന്നിട്ട് പരദൂഷണം പറയാം, പീഡിക കൊലായിൽ എന്നിട്ട് ഏഷണി പറയാ. അവനിങ്ങനെയാണ്, അവന് ഓരോ തരങ്ങളിലാണ്. മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവന്റെ കുറ്റമോ മറ്റടുത്തവന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം പറഞ്ഞവന്റെ കുറ്റവും പറഞ്ഞിട്ട് രണ്ട് തോണിയിൽ കാലിടുന്ന ഒരു അവസ്ഥ. നോക്ക്, രണ്ട് തോണിയിൽ കാലിടും. ഇവിടെ ചെന്നിട്ട് ഈ കാര്യം അങ്ങോട്ടും പറയാം, അവിടെ ചെന്നിട്ട് അവൻ പറയുന്നത് ഇങ്ങോട്ടും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചതി ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മേശടിയും പരദൂഷണവും പറയുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് കത്തിക്കുമേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.